Hello guys. Today we are going to replay the career of Lionel Messi. നമ്മുടെ ഇതിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലിയണൽ മെസ്സിയുടെ കരിയർ റീപ്ലേ ചെയ്തിട്ട് റിയൽ മെസ്സി പോയ വഴികളിൽ കൂടെ എല്ലാം പോയി ലിയണൽ മെസ്സി ആദ്യ ബാലൻ ഡോറെങ്കിലും നേടുക. ഈ ഒരു കരിയർ ഒരു 15 സീസണോളം കാണും. ഫസ്റ്റൊക്കെ ട്രെയിനിങ് ആണ് ഗൈസ്. ഞാൻ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇത് ഓരോ സീസണായിട്ടായിരിക്കും ചെയ്യുക. പിന്നെ ഗൈസ് നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് അർജൻറ്റീന ക്ലബിൻ്റെ ഇതിലാണ്. അതുകൊണ്ട് തന്നെ അർജൻറ്റീന ആയതുകൊണ്ട് തന്നെ കാരണം എന്ന് പറഞ്ഞാൽ മെസ്സി തുടങ്ങിയത് അർജൻറ്റീന വെച്ചാണ് ഗൈസ്. നിങ്ങളെല്ലാവരും ഇത് ബാഴ്സലോണ വെച്ചാണ്. പക്ഷേ അണ്ടർ 18 13 വയസ്സായിരുന്നപ്പോൾ മെസ്സി അർജൻറ്റീനയിലെ വേറൊരു ക്ലബിലാണ് ഇന്ന് കളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫസ്റ്റ് അർജൻറ്റീനയെ തന്നെ എടുത്തിട്ട് പോവാമെന്ന്. അപ്പം ഞാൻ ഫസ്റ്റ് തിരഞ്ഞെടുത്തിരിക്കുന്ന ലാബോക്കെ തന്നെയാണ്. പിന്നെ ഇതൊരു മെസ്സി ഫ്രം മീഷോ കളിയായിരിക്കും ഗൈസ്. കാരണം മെസ്സി ഇടംകാലിലൊന്നും അല്ല അടിക്കണേ. മെസ്സി തോന്നണ കാലിൽ തോന്നണ സമയത്ത് അടിക്കും. ഇതിൽ മിക്ക സമയത്തും വലങ്കാലം വെച്ചാണ് മെസ്സി അടിക്കണേ. പിന്നെ 10 കിട്ടാൻ ചാൻസ് ഇല്ല ഗൈസ്. കാരണം ഞാൻ നെറ്റ് ഇല്ലാത്ത സമയത്താണ് ഈ വീഡിയോ എടുക്കണേ. നിങ്ങൾക്ക് എനിക്ക് 10 തരണമെന്നുണ്ട്. പക്ഷേ വൈഫൈ ഇല്ല ഗൈസ്. ഞാൻ വൈഫൈ ഉള്ള സമയത്ത് അപ്ലോഡ് ചെയ്യും ഈ വീഡിയോ. പിന്നെ നമ്മൾക്ക് നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ വൈഫൈ വെക്കുന്നതായിരിക്കും. നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 25 ലൈക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് 25 എന്ന ജേഴ്സി നമ്പർ തന്നെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ 25 എന്ന ജേഴ്സി നമ്പർ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പം ഞാൻ ലയണൽ മെസ്സിന്ന് മുഴുവനും കൊടുക്കുന്നില്ല ഗൈസ്. കാരണം ഞാൻ മെസ്സിന്നേ കൊടുക്കണുള്ളൂ. അതെന്തെന്ന് വെച്ചാൽ ഈ ഒരു ജേഴ്സി അങ്ങനെ നിറഞ്ഞിരിക്കും ലയണൽ മെസ്സി എന്നും പറഞ്ഞ്. അപ്പം മെസ്സി ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഗൈസ് മെസ്സി നടന്നു പോവുകയാണ് ഗൈസ്. തൻ്റെ ഫസ്റ്റ് കളി കളിക്കാൻ വേണ്ടിയിട്ട് ന്യൂനസ് എന്ന ഒരു ടീമിനെതിരെയാണ് തൻ്റെ ഫസ്റ്റ് കളി. മെസ്സി ഇറങ്ങുകയാണ്. മെസ്സിക്ക് ഒരു പാസ് കൊടുക്കുന്നു. മെസ്സി അടിക്കുമ്പോൾ അടിച്ചു ഗൈസ്. തൻ്റെ ഫസ്റ്റ് ഗോള് വലങ്കാല് വെച്ച് മെസ്സി തട്ടി കയറ്റുകയാണ്. അങ്ങനെ തൻ്റെ ഗോളിൽ മെസ്സി ലാബോക്കേനെ തൻ്റെ ഫസ്റ്റ് കളി ജയിപ്പിച്ചുവിടുകയാണ് ഗൈസ്. ഇനി തൻ്റെ അടുത്ത മാച്ച് ഏതോ ഒരു ബ്യൂണസ് ഐറസിലോ അങ്ങനെ അല്ല, യെല്ലോ അല്ല, നമുക്ക് മെസ്സിക്ക് കൊടുക്കാൻ പറ്റുമോ? മെസ്സി എവിടെ? മെസ്സിക്ക് ഇട്ടിരിക്കുകയാണ്. മെസ്സി അടിക്കുമോ? അടിച്ചിരിക്കുന്നു ഗൈസ്. തൻ്റെ വലത് കാലിച്ചുള്ളൊരു മാജിക്. സാധാരണ ഇടത് കാല് വെച്ചാണെങ്കിൽ ഇത് ഇൻട്രോവേർട്ടായ മെസ്സിയാണ്. തൻ്റെ വലത് കാല് വെച്ചൊരു ഗോൾ. ചിലപ്പോൾ ഞാൻ ഓവറായി പോകാമെന്നാണ് എനിക്ക് തോന്നണേ. അങ്ങനെ മെസ്സിക്ക് കുക്കുറേൻ്റെ ഒരു തലമുടി ഇട്ടിരിക്കുകയാണ്. കുക്കുറേ അറിയാമായിരിക്കുമല്ലോ. അടുത്തത് ബ്യൂണസ് ഐറസ് എല്ലോയിനെതിരെയാണ്. കഴിഞ്ഞ മാച്ച് ആർക്കെതിരെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വായി തോന്നിയെന്ന് വെച്ചാൽ പറഞ്ഞതാണ്. പിന്നെ നമ്മുടെ ഒരു മെസ്സിക്ക് പാസ് കൊടുത്തിരിക്കുകയാണ്. മെസ്സി തിരിഞ്ഞ് നിന്നൊരു തലമുടിയുണ്ട്, ഒരു പാസ് കൊടുത്ത് അത് സേവ് ആയിരിക്കുകയാണ് ഗൈസ്. അവർ ടാക്കിൾ ചെയ്തിട്ടിരിക്കുകയാണ്. ഈ ഗെയിമിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങാനും ഒരു പ്രാവശ്യം നെറ്റില്ലാതെ ആട് കാണാതിരുന്നാൽ വീണ്ടും അത് റീട്രൈ അടിച്ചില്ലെങ്കിൽ വീണ്ടും അത് മുഴുവൻ ആ ഒരു കളി മുഴുവൻ കളിക്കേണ്ടി വരും എന്നുള്ള പ്രശ്നമുണ്ട്. അത് നിങ്ങൾക്ക് ലാഗ് അടിപ്പിക്കുകയായിരിക്കാം. എനിക്ക് എഡിറ്റിംഗ് എന്ന് പറഞ്ഞുകൂടെ ഗൈസ്. അതുകൊണ്ട് നിങ്ങളൊന്ന് കുറച്ച് നേരത്തേക്ക് ക്ഷമിക്കും. ഞാൻ എന്നെങ്കിലും എഡിറ്ററിനെയൊക്കെ വയ്ക്കും. അന്ന് നമുക്ക് ഇതൊക്കെ കാണാം. ഇതൊക്കെ നല്ല സൂപ്പറായിട്ട് കാണാം. അപ്പം അടുത്ത കളി ഏതോ ബ്യൂണസ് ഐറസ് ബ്ലാക്ക് എന്നൊരു ടീമിനെതിരെയാണ്. ഈ ഗെയിമിന് ലൈസൻസ് ഇല്ല, അതുകൊണ്ടാണ് പ്രശ്നം. പിന്നെ നമ്മൾ മെസ്സിനെ കൊണ്ടൊന്നും ഫ്രീക്ക് എടുക്കാൻ സമ്മതിക്കുള്ള ഗൈസ്. ഇവർ അയ്യോ അതെന്തൊരു ഗൈസ് മിസ്സായി പോയി ഗൈസ്. ഞാൻ മറന്നുപോയി ഞാൻ അത് മിസ്സടിച്ചെന്ന്. പക്ഷെ അയ്യോടേ എന്ത് പറയാൻ ഗൈസ്. ഞാൻ മനഃപൂർവ്വം അത് മടിച്ചളഞ്ഞല്ലേ. എൻ്റെ കൈ തട്ടി പുറത്തു പോയാണ്. അങ്ങനെ മെസ്സിക്ക് ആദ്യമേ അർജൻറ്റീനയിൽ നിന്ന് കോൾ വന്നിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഈ 10 കിട്ടാത്തതുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് നമ്പർ 24, എൻ്റെ ജേഴ്സി നമ്പർ 21 എടുത്തിരിക്കുകയാണ്. നമ്മുടെ ഇതിലെ ലക്ഷ്യം 25 മാക്സിമം അല്ല 25 ലൈക്ക് എന്തായാലും വേണം. പിന്നെ 21 വെച്ച് നമുക്ക് എന്ത് ചെയ്യാമാ? നിങ്ങൾ 21 കമൻറ്റ് ചെയ്യുക ഗൈസ്. 21 കമൻറ്റും കൂടെ ആയിക്കഴിഞ്ഞാൽ ഞാൻ 2ാമത്തെ 3ാമത്തെ എപ്പിസോഡ് ഒരേ ദിവസം തന്നെ ഇടുന്നതായിരിക്കും. ഗൈസ് മെസ്സി ഫ്രീക്ക് അടിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. കണ്ടാ ഗൈസ് മെസ്സിക്ക് ഇങ്ങനെ ഫ്രീക്ക് അടിക്കാൻ തുടങ്ങിയ മഴവില്ല് പോലെ ആയിരിക്കും പോകണം. അത് വലത് കാലായാലും ശരി ഇടത് കാലം ശരി. ഇടത് കാലം വെച്ചാണെങ്കിൽ കുറച്ചും കൂടെ മഴയില്ലായിട്ട് പോകുമായിരുന്നു. അപ്പം മെസ്സിക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത് സ്റ്റാർ ഇട്ടവനാണ് മെസ്സി നമ്മൾ തോന്നുന്നത്. മെസ്സി അടിക്കുമ്പോൾ ഗൈസ് അടിച്ചിരിക്കുന്നു ഗൈസ്. മെസ്സി അടിച്ചിരിക്കുന്നു. നമുക്ക് അപ്പം മാക്സിമം നോക്കാം. ഫസ്റ്റ് കളി തന്നെ മെസ്സിയുടെ ഡ്രോ ആണ് ഗൈസ്. എന്ത് പറയാം ഗൈസ്. ഇന്റർനാഷണൽ കപ്പ് അഗൈൻസ്റ്റ് യുറുഗ്വേ അല്ലേ?
അയ്യോ അത് ഈ കളി കുറേ മിസ്സായി പോയെന്ന് തോന്നുന്നു എനിക്ക് ഗൈസ്. ഈ കളി ഞാൻ കുറേ കാര്യം മിസ്സാക്കിയെന്ന് തോന്നുന്നു മെസ്സിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ ആ സ്റ്റാർ ഇതാവുള്ളൂ ഗൈസ്, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഈ വീഡിയോ നേരത്തെയും കൂടെ എടുത്ത് വെച്ചായിരുന്നു, പക്ഷെ ശബ്ദം ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്യണില്ലേ അത് അതിൽ ക്ലിയർ അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഒന്നും കൂടെ എനിക്കിത് റെക്കോർഡ് ചെയ്യേണ്ടി വരണേ. അപ്പം ഇപ്പോഴും സൗണ്ടിന് നല്ല പ്രശ്നമുണ്ടെങ്കിൽ ക്ഷമിക്കൂ ഗൈസ്. എനിക്ക് മാക്സിമം ഇത്രയൊക്കെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. എങ്കിലും നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വലിപ്പം. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, 25 ലൈക്കാണ് നമ്മുടെ ലക്ഷ്യം. എനിക്ക് ഇതുവരെ ഒരു വീഡിയോയ്ക്ക് ഒരു 25 ലൈക്ക് കിട്ടിയിട്ടില്ല. ഈ ഒരു വീഡിയോക്കെങ്കിലും 25 ലൈക്ക് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആ ഗെയിം സ്റ്റോറേജ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് വീണ്ടും എടുത്ത് മെസ്സിയുടെ ഇത് ചെയ്തത്. അങ്ങനെ നമ്മൾ 2 കളി അതിനിടയിൽ കഴിഞ്ഞാൽ ഞാൻ കണ്ടില്ല ഗൈസ്, സോറി ഗൈസ്. പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ട് വീണ്ടും റെക്കോർഡ് ചെയ്തതാണ്. മെസ്സിയുടെ ഒരു ഫ്രീ ഗോൾ നമുക്ക് കാണാൻ പറ്റുമോ ഗൈസ്? യെസ് ഗൈസ്, ഇതാണ് ഗൈസ്. മെസ്സിക്ക് ഫ്രീ കിക്ക് ഈ ഗെയിം കൊടുക്കുന്നില്ല. കൊടുത്തിരുന്നെങ്കിൽ മഴവില്ല് പോലെ പോവായിരുന്നു. ഇങ്ങനെ മഴവില്ല് പോലെ ആ ഒരു ഗോൾ കാണാൻ എന്ത് രസമാണ് ഗൈസ്, രസം. പക്ഷേ മെസ്സിക്ക് മെസ്സിക്ക് ഈ ഒരു ചാൻസ് കൊടുത്തിരുന്നെങ്കിൽ മെസ്സി നേരത്തെ അടിക്കുമായിരുന്നു ഗൈസ്. അങ്ങനെ മെസ്സി വീണ്ടും അടിച്ചിരിക്കുകയാണ് ഗോള്. മെസ്സി ഗോൾ അടിച്ചു എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. മെസ്സി എന്തായാലും ഗോൾ അടിച്ചിരിക്കും. മെസ്സി അങ്ങനെയുള്ള ആളാണ്. ഞാൻ റൊണാൾഡോ ഫാനാണെങ്കിൽ പോലും മെസ്സിയുടെ കയ്യിൽ റീപ്ലേ ചെയ്യുന്നത് കേരളത്തിൽ അർജന്റീന ഫാൻസ് കുറച്ച് കൂടുതലാണെന്ന് അല്ല, അർജന്റീന ഫാൻസ് കുറച്ച് കൂടുതലാണെന്നില്ല, ഏകദേശം റൊണാൾഡോ ഫാൻസിന് എന്തായാലും മെസ്സിനെ ഇഷ്ടമാണ് ഗൈസ്. മെസ്സി ഫാൻസിന് മാത്രമാണ് റൊണാൾഡോനെ അത്ര ഇഷ്ടമല്ലാത്ത. അതുകൊണ്ട് റൊണാൾഡോ ഫാൻസ് ഇത് കാണുമായിരിക്കും. ഞാൻ ഓൾറെഡി റൊണാൾഡോ ഫാനാണ് ഗൈസ്. എനിക്ക് മെസ്സിനെ ഇഷ്ടമാണ്. പക്ഷെ മെസ്സിയുടെ പെനാൾട്ടി മറ്റേ നെയ്മറിന്റെ പെനാൾട്ടി പോലെയാണ് ഈ ഗെയിം എടുത്തിരിക്കുന്നത്. എനിക്ക് അത് എന്താണെന്ന് മനസ്സിലാവില്ല. കുറെ കാര്യങ്ങൾ എനിക്ക് ഈ ഗെയിമിലൊന്നും മനസ്സിലാവില്ല. കുറെ ദിവസമായിട്ട് എനിക്കൊന്നും മനസ്സിലാവാത്ത കുറെ കാര്യങ്ങളുണ്ട്. എങ്കിലും എനിക്ക് നിങ്ങൾ ഈ വീഡിയോ കാണിക്കണമെന്നുണ്ട് ഗൈസ്. മാക്സിമം എന്നൊന്ന് സപ്പോർട്ട് ചെയ്യും ഗൈസ്. നമുക്ക് ഫ്രീ കിട്ടാത്തതുകൊണ്ട് ഞാൻ നേരെ ഈ ഒരു ചാൻസ് എടുത്തിരിക്കുകയാണ് ഗൈസ്. വേറൊരു കാര്യം എനിക്ക് മനസ്സിലാത്തത്, മെസ്സി ഹെഡർ മേടിച്ചിരിക്കുന്നു ഗൈസ്. നമുക്ക് വേണ്ട ഗൈസ്, നമുക്ക് ലോജിക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മെസ്സി ഗോൾ അടിക്കുന്നുണ്ടോ? മെസ്സിക്ക് അത് കുറെ ഗോൾ അടിക്കും ഈ ഒരു സീരീസിൽ. മെസ്സി ഗോൾ അടിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ 15 ലീഗ് എന്ന് പറഞ്ഞില്ലേ, അത് മിക്കവാറും ഇതായിരിക്കും ഗൈസ്. പിന്നെ ഞാൻ അണ്ടർ 18 വരെ അർജന്റീന മെസ്സി എന്നുള്ളൂ. അതുകൊണ്ട് നേരെ സ്പെയിനിലോട്ട് പോയി. ബാഴ്സലോണ കിട്ടിയില്ലെങ്കിലും ഞാൻ സ്പെയിനിലുള്ള ഏതെങ്കിലും ഒരു ക്ലബ് എടുത്തു. ഞാൻ എൻ്റെ ഫേവറേറ്റ് നമ്പർ 21 തന്നെ അവിടെയും മെസ്സിക്ക് കൊടുത്തു. അങ്ങനെ ഇവിടെ വെച്ച് ലീഗ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് മാച്ച് പറഞ്ഞത് ബാഴ്സലോണയ്ക്കെതിരെയാണ്. അതുകൊണ്ട് ആ ഒരു മാച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക. അപ്പം നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാവണം. മെസ്സി അഗെയിൻസ്റ്റ് ഹിസ് ഫേവറേറ്റ് ക്ലബ്ബ് ഗൈസ്. ആ ഒരു മാച്ച് കാണാൻ വേണ്ടി നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോ വരെ ഞാൻ സൈൻ ഔട്ട് ആവുകയാണ്. പറഞ്ഞത് ശരിയല്ലെങ്കിലും ക്ഷമിക്കുക. അപ്പോൾ ശരി, ബൈ ബൈ.